ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീച്ചിട്ട് മുടിയൊക്കെ ഞാൻ മെടഞ്ഞിട്ടിട്ടാണ് കെട്ടിയത്. അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ട് ഞാൻ എണ്ണ തലയിൽ തേച്ച് കൊടുത്തു. ചിക്കൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ തലയിൽ മുടി ഫുൾ താഴോട്ടാക്കിയിട്ട് മുടിയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം മസാജ് ചെയ്യുക, എല്ലാ ഭാഗത്തേക്കും ഒരു സർക്കുലേഷൻ മെത്തേഡിൽ നമ്മൾ മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചീർപ്പ് കൊണ്ട് എല്ലാ ഭാഗത്തും ഞാൻ മുടി ചീവി കെട്ടൊക്കെ പോക്കി മുടീനെ നല്ല രീതിയിൽ മേലോട്ട് കെട്ടി വെച്ചു. ആവശ്യത്തിന് വീണ്ടും എണ്ണ വേണമെങ്കിൽ ഞാൻ ഇട്ടു നോക്കും. അതേപോലെ ചെയ്യാൻ വേണമെങ്കിൽ മൂർത്താവിലൊക്കെ നല്ല രീതിയിൽ എണ്ണ ഇട്ടിട്ട് നല്ല മസാജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗയാണ്. അപ്പോൾ ഈ യോഗ പോസ്റ്റേഴ്സൊക്കെ നമ്മളെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ നമ്മളെ തലയ്ക്ക് നല്ലോണം പോകും. അതുകൊണ്ട് ഈ തരം യോഗ പോസ്റ്റേഴ്സ് നല്ലതാണ്. നമ്മൾ സ്ട്രെസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാവുക. പിന്നെ നമ്മൾ നേർക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മുടി കൊഴിയും. അപ്പം നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഉള്ളിനീര് എടുത്തിട്ടാണ് തലയിൽ തേക്കാൻ പോകുന്നത്. ബട്ട് ഞാൻ അതിൽ വാട്ടർ ആഡ് ചെയ്തപ്പോൾ കുറച്ച് ജാസ്തി വാട്ടർ ആഡ് ആയിപ്പോയി. പക്ഷേ അങ്ങനെ അത്ര ജാസ്തി വേണ്ടായിരുന്നു. കുറച്ച് തിക്നെസ് ഉണ്ടാകുന്നത് നന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ആഡ് സ്കിപ്പാക്കാനേ പറ്റുള്ളൂ. ഞാൻ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ ഇടുന്നു. എനിക്ക് ആ സ്മെല്ല് ഉണ്ടെങ്കിലും ഞാൻ എന്താ പറയുക, ഞാൻ ഇത് മാത്രമല്ല ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉള്ളിൻ്റെ നീര് ഇട്ടിട്ട് ഞാൻ ആ സ്മെല്ല് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്പരത്തീൻ്റെ താളിയില്ലേ, നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ചെയ്യുന്ന പോലെ ചെമ്പരത്തീൻ്റെ ഇത് ഇല പറിച്ചിട്ട് ഞാൻ താളി ഉണ്ടാക്കും. താളിയിൽ കുറച്ച് എൻ്റെ ഷാമ്പൂവിൻ്റെ ചെറിച്ചിരി ഞാൻ ആഡ് ചെയ്യും. ഇതാണ് നമ്മളെ ഉള്ളിൻ്റെ നീര് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെമ്പരത്തീൻ്റെ ഇല എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ താളി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ബീട്രൂട്ടും കരിവേപ്പില ജ്യൂസും ഉണ്ടാക്കാം. നമ്മളൊരു ഹെൽത്ത് ഡ്രിങ്കാണ്, സെക്കൻഡ് ഡേ ഹെൽത്ത് ഡ്രിങ്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ടും ചെറിയൊരു പോർഷൻ ബീട്രൂട്ടും പിന്നെ 2 ഇതിൻ്റെ കരിവേപ്പിലയും ഞാനത് കുടിച്ച്. എനിക്കിഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് കുഴപ്പമില്ല, എല്ലാവർക്കും കഴിക്കാം. എല്ലാവർക്കും കുടിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ ഉള്ളിൻ്റെ നീര് തലയിലൊക്കെ പരട്ടി ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഞാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ ബാക്കി പണികളൊക്കെ ഞാൻ ചെയ്യാൻ പോയി. അപ്പം ഞാൻ കുളിച്ച് വന്നപ്പോൾ ഇതാണ് കേട്ടോ ലുക്ക്. അപ്പം ഇന്നലെ ഞാൻ മുടി രാവിലെ കോതിയപ്പോൾ ഒക്കെ നല്ല ചെട പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ മുടിയൊക്കെ മെടഞ്ഞിട്ടിട്ടാണ് കെട്ടി. നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ നല്ല മെടഞ്ഞിട്ടൊക്കെ കെട്ടി. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുടി നീച്ച് രാവിലെ തന്നെ കോതിയപ്പോൾ ഒന്നും ചെടയൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൂടുതലും നമ്മൾ അയച്ചിടാണ്ട് കെട്ടി വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ മുടി കൂടുതൽ അയച്ചിടുമ്പോഴാണ് ഇങ്ങനെ പൊട്ടി പോകുന്നതൊക്കെ ഉണ്ടാകുന്നത്. സോ നമ്മൾ രാവിലെ മുടി കുളിച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കെട്ടി വെക്കുന്നതാണ് നല്ലത്. ഇപ്പം ചിലപ്പോൾ ചിലവർക്ക് രാവിലെ കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ രാത്രി കുളിക്കും. ഞാനങ്ങനെ ചിലപ്പോൾ എനിക്ക് രാവിലെ കുളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ രാത്രിയാണ് കുളിക്കുക. രാവിലെ ഞാൻ ജിമ്മിന് പോവുകയാണെങ്കിലൊക്കെ എനിക്ക് പിന്നെ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ജിമ്മിൽ നിന്ന് ഈവനിങ് ഞാൻ ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഞാൻ ഈവനിങ് തലയൊക്കെ കുളിക്കാറ്. സോ അപ്പോഴും എനിക്ക് മുടി ഉണങ്ങുന്നതിന് എനിക്ക് പ്രശ്നമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞാൻ എങ്ങനെയെങ്കിലും അത് ഉണങ്ങും. എൻ്റെ മുടി ഞാൻ ഉണക്കിയിട്ടൊക്കെ ആണ് കിടക്കാറ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സൈസ് മണം വരും. നമ്മൾ കെട്ടി വെച്ച് കിടക്കുകയാണെങ്കിൽ ഒരു സൈസ് മണം വരും. അതിനെക്കൊണ്ട് രാത്രി അതൊക്കെ ഓരോരോ ആൾക്കാരെ ഇഷ്ടം പോലെ. നമുക്ക് രാത്രി കുളിക്കുകയാണെങ്കിൽ രാത്രി കുളിക്കാം, രാവിലെ കുളിക്കുകയാണെങ്കിൽ രാവിലെ. പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഒക്കെ ചിലവർ കുളിക്കുക. അതൊക്കെ ഓരോരോ ആൾക്കാരെ ഇഷ്ടം. സോ ഞാൻ ചിലപ്പോൾ രാവിലെ തന്നെയാണ് കുളിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി. എനിക്ക് ടൈം എങ്ങനെയാണ് നോക്കിയിട്ടാണ്. പക്ഷെ ഒരു ടൈം വെക്കുന്നതാണ് നല്ലതെന്നാണ് അമ്മ പറയുന്നത്. കാരണം ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ്. ഇപ്പം രാത്രി കുളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുടി കൊഴിയും എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. സോ എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കണം. ഞാൻ
ചെറുപ്പത്തിലൊക്കെ നമ്മൾ അങ്ങനെ ഒരേ ടൈമിലൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോഴൊക്കെയല്ലേ നമുക്ക് വർക്കും ഇതൊക്കെ ആവുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാണ്ട് നമ്മൾ ഇതാക്കുക. സോ ഞാൻ വീണ്ടും അതേപോലെ രാവിലെ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട്, തല കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഡെയിലി. സോ നമുക്ക് നോക്കാം, ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഹെയർ ഗ്രോത്തിനെ കുറിച്ച്. അപ്പം നമുക്ക് നാളെ കാണാം. അതുവരെ ലവ് യു ഓൾ. ലെറ്റ്സ് ഗെറ്റ് സ്ട്രോങ്ങർ ടുഗെദർ.